അതെ ഇത് നോക്കി പഠിക്കാനുള്ള ബുക്കിനാണ് കീറിക്കൊണ്ട് വന്നേക്കുന്നത് റോബോട്ടോ ഇതുണ്ടാക്കാൻ. അല്ല റോക്കറ്റ്. ഇത് മുത്തു ചേച്ചിയുടെ പഴയ ബുക്ക്. എന്റെ ബുക്കിൽ ലൈനുണ്ട്. പഴയ ബുക്കാണെങ്കിൽ എന്താ അത് അടുത്ത കൊല്ലം റഫ് ബുക്ക് ആക്കാൻ പാടില്ല. നിനക്ക് എഴുതി പഠിക്കാറുന്നല്ലോ അതില്. അതിപ്പോ 3 കീറിയുള്ളൂ, കുഴപ്പമില്ല. ഒന്നും കുഴപ്പമില്ല. നിസ്സാരം. ഇന്ന് പോണ്ടേടി, അമ്പലത്തിൽ പോണ്ടേ? പിന്നെ പോണ്ടേ? ഫിലിപ്പിന്റെ ഗാനമേള ഉണ്ടോ അവിടെ? ഗാനമേള പിന്നെ ഇന്നില്ലേ ചേച്ചി ഗാനമേള? ഇന്ന് ഗാനമേള ഉണ്ട്. എന്ത് ഗാനമേള? ഓ പണ്ടൊക്കെ എന്ത് രസമായിരുന്നു. അതെ അതെ. ഞങ്ങളിങ്ങനെ മറ്റേ പായൊക്കെ കൊണ്ടാ പോണേ, തഴപ്പായില്ലേ, അതൊക്കെ കൊണ്ടുപോകും. കപ്പലണ്ടി അതും ഇതൊക്കെ മേടിച്ച് പായം വിരിച്ച് അവിടെ ഇരിക്കും. പള്ളി പരിപാടിക്ക് പോയാൽ സേമിയ കുടിച്ചില്ലെങ്കിൽ ഫിലിപ്പിന്റെ തറയെ കിടന്നൊരു വിളിച്ചുണ്ട്. അയ്യോ, ഇപ്പൊ 10 മണിയാകുമ്പോ തന്നെ പരിപാടി നിർത്തിക്കും പോലീസ് വന്ന്. 2 പാട്ട് കേക്കാം. പിന്നെ ഗാനമേളക്കൊക്കെ ഇടിയുവാണല്ലോ. ആ കഴിഞ്ഞ പ്രാവശ്യം പിള്ളേരുടെ ഡാൻസ് ഉണ്ടായിരുന്നില്ലേ അമ്പലത്തില്? 10 മണിയാകുമ്പോ പോലീസ് വന്നേക്ക് നിർത്തണോന്ന് പറഞ്ഞു. അതാ എനിക്ക് മനസ്സിലാവത്തെ. ഗാനമേളയ്ക്ക് ഡാൻസ് കൂടി അടി ഉണ്ടാവും വെച്ചോ. ഈ കൊച്ചു പിള്ളേർ അരങ്ങേറ്റം കുറിക്കുന്നതിന് ആരടി ഉണ്ടാക്കാൻ? അടിയുടെ അല്ല, പിന്നെ ഒച്ച. എന്നിട്ട് പിന്നെ ഞാനവരോട് പറഞ്ഞു, ഒരു ഡാൻസും കൂടെ കളിപ്പിച്ചിട്ട് പിള്ളേര് ഒരുങ്ങി നിക്കുവല്ലേ. ഇത് ദീപാരാധന കഴിഞ്ഞിട്ട് പരിപാടി തുടങ്ങിയപ്പോ തന്നെ 9 മണി കഴിഞ്ഞ്. ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. ശബ്ദ മലിനീകരണം. നിയമപാലകനൊന്നും പറയില്ലയോ അതിനകത്ത് അഭിപ്രായം? പച്ചപ്പിക്കൊന്നും പറയില്ലേ? അതൊക്കെ നിങ്ങൾ മാറ്റണം കനക. പിന്നെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നീ ഒരു മെമ്പറാണ്. ഞാൻ മെമ്പർ ആയാലും എന്താ, ഞാനെങ്ങാനുമാണ് പോലീസുകാരെ എല്ലാവരും പരിപാടി നടത്തിക്കോളാൻ പറയും. അല്ല പണ്ടൊക്കെ എല്ലാവർക്കും ഡബിളൊക്കെ ഉണ്ടായിരുന്നില്ലേ നാടകക്കാർക്കൊക്കെ? ഇപ്പൊ ഒന്നുമില്ലല്ലോ. സ്റ്റേജ് വിറ്റ് ജീവിക്കുന്ന കലാകാരന്മാർ മൊത്തം വിട്ടില്ലേ? സംഭവമൊക്കെ ശരി തന്നെ. എന്തുകൊണ്ടാണ് ഇത് വേണ്ടെന്ന് വെച്ചത്? അത് പറ. എന്തുകൊണ്ടാണ് നിയന്ത്രിക്കുന്നത്? അത് ഇങ്ങനെ നടക്കുന്ന ഉത്സവപ്പറമ്പിൽ മുഴുവൻ അടിയാണ്. ഓ പിന്നെ ഈ തല്ലും ബഹളവും കാണാൻ എല്ലാത്തിനടുത്ത് അകത്തിടാനേ നേരെ ഉള്ളൂ. ഒരുത്തരും മര്യാദയ്ക്ക് ഉത്സവം കാണാനല്ല വരുന്നത്. വെള്ളവും കഞ്ചാവും അടിച്ച് പൊടിയും വലിച്ചിട്ട് അവിടെ വന്നിട്ട് ബഹളം ഉണ്ടാക്കുക. എന്നിട്ട് എവിടെ അടിയൊന്നും ഇല്ല ഏട്ടാ. അതിനൊരു കാര്യം, അടിയും ബഹളം ഉള്ളതുകൊണ്ടല്ലേ ഈ പ്രശ്നം മൊത്തം ഉണ്ടായത്. അല്ലെങ്കിൽ കലാകാരന്മാരെ ദ്രോഹിക്കണം ഞങ്ങൾക്ക് കച്ചട്ടി ഇറങ്ങിയിരിക്കും അതിന് വേണ്ടിട്ട്. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യണം. ഉത്സവ പറമ്പ് അടി ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോയി മറ്റെന്തോ സാധനത്തിന് ക്രമസമാധാനം അത് പരിപാലിക്കണം. അപ്പൊ പിന്നെ അടി ഉണ്ടാവത്തില്ലല്ലോ. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാണ് വേണ്ടത്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഉത്സവം അടി ഉണ്ടാകും. അത് നോക്കാനല്ലേ നിങ്ങൾ അടി ഉണ്ടാവണവരെ കൂടുതൽ പോലീസുകാർ ഇറക്കണം. നിങ്ങളോട് പറയാറില്ലേ കട്ടിയുള്ള ആഭരണങ്ങൾ പുറത്തിറങ്ങരുതെന്ന് എന്തുകൊണ്ടാണ്? വെറുതെ എന്തിനാണ് പ്രൊവോക്ക് ചെയ്യണത്? അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പൊ സ്ഥിരമായിട്ട് ഉത്സവപ്പറമ്പിൽ ഒരു 10-12 മണിയാകുമ്പോൾ ഗാനമേളയോ മറ്റു പരിപാടികൾ തുടങ്ങുമ്പോൾ ആളുകൾ ഇറങ്ങി ആടുക. കലാകാരന്മാർ പെർഫോം ചെയ്തിട്ട് പോട്ടെ, ആസ്വദിച്ചോട്ടെ മറ്റുള്ളവർ. പക്ഷെ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. അവിടെ ഇരുന്ന് ഇതാക്കുക, പ്രശ്നം ഉണ്ടാക്കുക, പരസ്പരം തല്ലുകൂടുക, വഴക്കുണ്ടാക്കുക, പഴയ വൈരാഗ്യങ്ങൾ തീർക്കുക. അതിനുള്ള ഇടമാക്കി മാറ്റിയത്. ഇവനൊരു കാര്യം ചെയ്യണം, ഉത്സവം നിർത്തലാക്കണം. കുഴപ്പമില്ലല്ലോ. അതാണോടാ മര്യാദ? കാറടിച്ച് വെടിവെക്കാണ് വേണ്ടത്. ലക്ഷങ്ങൾ കരക്കാറായി പൈസയും പിരിച്ച് ഗാനമേളയും നാടൻപാട്ടും പരിപാടി അങ്ങോട്ട് വെക്കുമ്പോൾ തുടങ്ങുന്നിടം വരെ ഒരു മിണ്ടൂല. മൈക്ക് അങ്ങോട്ട് എടുത്ത് തന്തിനെന്താരോ എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടാണ്? ഒരു നിശ്ചിത സമയം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തുള്ള പരിപാടി നിർത്തിയേ പറ്റുള്ളൂ. എന്തായാലും ഞങ്ങള് പോലീസുകാരുണ്ടാക്കിയതല്ല. ഇതിന് ഓരോ ചിട്ടവട്ടങ്ങളുണ്ട്. പോലീസുകാരോട് അങ്ങനെ പറയുമ്പോ ഞങ്ങൾക്ക് പറ്റൂല സാറേ എന്ന് പറയണം. അതല്ല, ഞങ്ങള് ഗവൺമെന്റിന്റെ സെർവൻസ് ആണ്. മനസ്സിലായി? സർക്കാർ പറയുന്ന കാര്യം കേൾക്കാനാണ് നമ്മൾ നിൽക്കുന്നത്. സർക്കാരിനെ പഠിപ്പിക്കാനോ അത് നിയമം തിരുത്താനോ അല്ല നമ്മൾ നിൽക്കുന്നത്. നിയമപാലകരാണ് നമ്മൾ. നിയമം പാലിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ് നമ്മൾ. മനസ്സിലായില്ലേ? കലാകാരന്മാരൊക്കെ ഉണ്ടല്ലോ, വയലിനിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. അവർക്ക് മനസ്സിലാവില്ലേ? കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ ഞങ്ങൾ നിസ്സഹകരാണ് ഇത്തരം കാര്യങ്ങളിൽ. കലാകാരന്മാരുടെ വയറ്റത്തിലടിച്ച് ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ ക്ലീറ്റോന്റെ പാർട്ടി വന്നായിരുന്നു. അവര് വന്നായിരുന്നെങ്കിൽ അതൊക്കെ. ഇതാണ് നാട്ടുകാരുടെ പ്രശ്നം. നിങ്ങൾ കാര്യത്തെ അതിൻ്റെതായ ഗൗരവത്തോടെ എടുക്കുകയോ അത് മനസ്സിലാക്കുകയോ അതിനെപ്പറ്റി പഠിക്കുകയോ ചെയ്യില്ല. വെറുതെ അങ്ങ് പറയും ഒരു അഭിപ്രായം. ഞാൻ മെമ്പറാണ്, ഞാൻ പോലീസുകാരെ അത് ചെയ്യും. അതാകുമ്പോൾ അറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. നമ്മളൊരു കാര്യത്തെ പുറത്തു നിന്നല്ല വീക്ഷിക്കേണ്ടത്, അതിനകത്ത് കയറി പഠിക്കണം. മനസ്സിലായി? അതേപോലെ തന്നെ ഈ കലാകാരന്മാരുടെ കുടുംബത്തെ കുറിച്ച് ഒന്ന് പഠിക്കണം. ഇവിടെ പഠിക്കാനിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ പിന്നെ പരിപാടി നടത്തണം. എങ്ങനെയാണ്? നിങ്ങളൊരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടത്തേക്ക് ഒരു വെള്ളം അടിച്ചിട്ട് കയറി സ്റ്റേജിനകത്ത് കയറുക, നിങ്ങൾ സഹിക്കുമോ? അപ്പോൾ കേസായ പ്രശ്നമായ 1-2 പറഞ്ഞാൽ അപ്പൊ കുത്താൻ നിൽക്കുക ആൾക്കാർക്ക്. ഒരു ബോധമില്ല ആൾക്കാർക്ക്. അല്ല ഇപ്പൊ നമുക്ക് പോണ്ടേ അമ്പലത്തില്? ആയിട്ട് പോകണം. അമ്മാവനും അമ്മായി അവിടെ വരാന്നാ പറഞ്ഞേക്കണേ. അമ്മാവനും അമ്മായി നേരത്തെ വന്നേക്കണ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ. പേടിയിട്ടേ
എന്താ പെമ്മി മച്ചമ്പി വർഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ നേരം ലില്ലിപ്പെണ്ണ് വിളിച്ചു പറഞ്ഞ് എല്ലാവരും അമ്പലത്തിൽ പോയേക്കുവാന്ന്. ഇവിടെ വന്നപ്പം മുറിക്കകത്ത് വെട്ടവാനൊക്കെ അതാ ഞാൻ ഓടി വന്നേ. നല്ല ജീവനങ്ങ് പോയി. അമ്പലത്തിൽ പോകുന്നില്ലേ? പോണം, ഞാൻ വേണ്ടി തയ്യാറെടുത്തോണ്ടിരിക്കുക. എങ്കിലേ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ റെഡി ആയിട്ട് വരാം. ഒത്തിരി ആളെ ഒരു ഗാനങ്ങൾ കണ്ടിട്ട് അമ്പലത്തിൽ ചെല്ലാതെ കാണാൻ തന്നെ ആയിരിക്കും. ആര്? ലില്ലിപ്പെണ്ണല്ലേ? അവൻ പല നമ്പര് പറയും, പുള്ളി ഇറക്കുന്ന വേണ്ട. അവന്റെ ആ ഫോൺ എടുത്ത കോണ്ടാക്ട് ലിസ്റ്റ് നോക്ക്. അവര് വന്നു. ആ ഞാൻ ഇപ്പൊ വരേണ്ട ആവശ്യമില്ലല്ലോ, എന്തുകൊണ്ടാ വിളിച്ചാൽ തന്നെ? എന്തായടാ അവിടെ ഉണ്ട്, അവിടെ ഇരിപ്പുണ്ടവൻ. നീ സ്റ്റേഷനിൽ പോണില്ലേ? ഞാൻ പോകേണ്ട ആവശ്യമില്ല, എന്തിനാണ് പോയിക്കൊള്ളാം. എന്താ കാര്യം? ഇതെങ്ങനെയമ്മ ഇത്? ഇന്നത്തെ കാലത്ത് ഈ സ്വർണത്തിന് ഇത്ര വില ഉള്ളപ്പോ ഇതൊക്കെ ഇട്ടോണ്ട് പോണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നാ? ഞങ്ങൾ ബജ്ജി കഴിക്കുമ്പോ ഇപ്പൊ നിങ്ങളെ കണ്ടില്ലല്ലോ, ഇപ്പൊ നിങ്ങളെ നോക്കി നിന്നതാ. അപ്പൊ പെട്ടെന്നൊരു തിരക്കൊന്നുണ്ടല്ലേ? അവളുടെ ഒരു ബജ്ജി. പിന്നല്ലാതെ ഇത് ഈ സമയത്ത് അമ്മാവന് അങ്ങോട്ട് പോയതാ. എടി തിരക്ക് വന്നപ്പോ ഞാനൊന്നും അങ്ങോട്ട് മാറിയെന്നല്ലേ, പിന്നെ ബഹളം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴല്ലേ മാല പൊട്ടിച്ചു എന്നറിയണത്. ഭാഗ്യത്തിന് അപ്പൊ തന്നെ അവനെ കണ്ട് പിടിക്കുകയും ചെയ്തു. പിടിച്ചത് എന്തൊരു തിരക്കാർന്നെന്ന് അറിയുമ്പോ അതിന്റെ ഇടയിൽ അവനെ പിടുത്തം കിട്ടിയത് ഭാഗ്യം. അതെ, സത്യമുള്ള മുതലാ, അത് അങ്ങനെയൊന്നും പോവില്ല. എന്നാലും അത് അവന്റെ വയറ്റിലല്ലേടാ, അതെങ്ങനെ കിട്ടിയപ്പോ വയറ്റുന്നത്? വിഴുകുന്ന കണ്ടായിരുന്നാരെങ്കിലും? അവിടെ ഒരാള് കണ്ടതാ. ആൾക്കാർ കൂടി പിടിച്ചവനെ. അത് നമുക്ക് എടുക്കാം. അതെങ്ങനെ എടുക്കൂടോ? ഓപ്പറേഷൻ വല്ലതും ചെയ്യേണ്ടി വരും. അതൊന്നും അല്ലെന്നേ, വേറെ പരിശോധനയ്ക്ക് വിധേയനാക്കാമല്ലോ അവനെ. എന്നിട്ട് അതെടുക്കാൻ ടെൻഷൻ അടിക്കേണ്ടത് വയറ്റിനകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. 100 വട്ടം പറഞ്ഞതാണ് ഈ വില പിടിച്ച സാധനം ഇട്ട് നടക്കരുത്, ഇട്ട് നടക്കും. ഇത്ര കാശിന്റെ മുതലാന്നറിയാത്. കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ലേ, പോയത് പോയി. ഈ തിരക്കിനിടയിൽ അങ്ങനെ വിളിച്ച് പിടിച്ചെന്നുള്ളത്. പെട്ടെന്നൊരു തിരക്ക് വന്നിടാ. അപ്പൊ അന്നേരം അറിയാത്ത രീതിയിൽ പൊട്ടിച്ചു. പൊട്ടുമ്പോഴാ ഞാൻ അറിയുന്നേ. വലിയ മാല ഇട്ടോണ്ട് പോയെങ്കിൽ പൊട്ടിക്കൂലായിരുന്നു, ചെറുതിട്ടോണ്ട് പോയത് കൊണ്ടാ. വലുതാണെങ്കിൽ ഇപ്പൊ കഴുത്തടക്കം കൊണ്ടേനെ. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടി വരുന്ന? ഞാനും വരാം, നമുക്ക് സ്റ്റേഷനിൽ പോയോ. അമ്മാവൻ സ്റ്റേഷനിൽ എന്ത് ചെയ്യാനാണ്? ചോദ്യം ചെയ്യാനാണ്. നമ്മളൊക്കെ അവിടെ ഉണ്ടല്ലോ. അവന്റെ വയറ്റിനകത്തുണ്ടെങ്കിൽ പരിശോധിക്കുമ്പോൾ ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റും. ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് എടുക്കാൻ പറ്റും. അല്ല, നമുക്ക് വേണേ 2 ഇടി കൊടുത്ത് ചാടിക്കാൻ വല്ല മാർഗം. എനിക്കതല്ലടാ, ഈ മാല ഇങ്ങനെ നീളത്തിലിരിക്കുവാണല്ലോ, അതിങ്ങനെ വല്ല കൊടലിങ്ങനെ ചുറ്റി ഇങ്ങനെ കുരുങ്ങിപ്പോ. അയ്യോ, അങ്ങനെ അല്ല, അത് സ്കാൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും, കാണിക്കും ഇങ്ങനെ. നിങ്ങൾ ഇനി അതിനെപ്പറ്റി ടെൻഷൻ അടിക്കണം. അവൻ വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ അവന്റെ വയറ്റിന സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. വിഴുങ്ങിയത് കണ്ടു, കണ്ടിട്ട് ആൾക്കാർ പിടിച്ചതാണ്. അവന്റെ വയറ്റിലുണ്ടത്. ഓക്കെ. ഇനി സമാനമായിട്ട് പോരി. ഇക്കണക്കിന് ഇക്കാലത്ത് ഈ സ്വർണത്തിന് ഇങ്ങനെ വില കൂടി എങ്ങനെ ഇട്ടോണ്ട് നടക്കുമല്ലേ? ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ട് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവന്റെ വയറ്റിനകത്തുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഓട്ടമായി ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യം ശ്രദ്ധിക്കണതല്ലേ. നീ കരഞ്ഞിട്ട് എന്താ കാര്യം? പ്രാർത്ഥിക്കാൻ നോക്ക്, കിട്ടാനുള്ള വഴി നോക്ക്. അമ്മാവൻ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയാൽ എങ്ങനെയാ? അമ്മായി മാല ഊരി കൊടുത്തതാണോ കള്ളൻ? അല്ലല്ലോ. അടുത്തല്ലെങ്കിൽ ഇത് കഴുത്തിൽ വില പിടിച്ചൊരു സാധനം കിടക്കുന്നതിന് പോകാൻ വേണ്ടി. അമ്മാവൻ നിർത്ത്. നീ അങ്ങോട്ട് പോവാ, വീട് അവിടെ അല്ലേ? ഇതിപ്പോ ഈ വയറിന്റെ ഉള്ളിൽ കുടുങ്ങി കഴിഞ്ഞാലേ ഇത് നമ്മുടെ മുതലെന്ന് ഉറപ്പ് വന്ന ഓപ്പറേഷൻ ചെയ്തെടുക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടോ? എന്തിന് ഇനിമ വെച്ച് അടിച്ചു കലക്കാതെ പോയി? നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാതെ സംസാരിക്കുന്നത്? ലക്ഷങ്ങളുടെ മുതലാണ്. അത് അവന്റെ വയറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കാനുള്ള നടപടി എടുക്കും. വെറുതെ സംസാരിച്ച് ഇതാവണ്ട. അങ്ങനെ ഒരു സിനിമ ഉണ്ട് ഭഗത് ഫാസിലിന്റെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അമ്മ സമാനമായിട്ട് കിടന്നുറങ്ങാൻ എങ്ങനെ കിടന്നുറങ്ങണ? മുതലല്ലേ പോയി കിടക്കണത്. പെണ്ണുങ്ങൾക്ക് അണിഞ്ഞൊരെങ്കിൽ കുറച്ച് കൂടുതലാ. എന്തിനാ ഈ സ്വർണം ഇങ്ങനെ വില കൂടിയിട്ട് കള്ളന്മാരുണ്ടെങ്കിൽ ഇത് എങ്ങനെ ഇട്ട് നടക്ക ഈ നാട്ടില്? എന്തിനത്? ഈ വല്ലയിടത്തും വായി നോക്കിക്കാതെ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം വരുമായിരുന്നു. ഞാൻ നിന്റെ എന്താടാ? അല്ല, ഞാൻ അല്ലാതെ അത് കിട്ടും സ്വർണം കിട്ടും. എടുക്കാം, കുഴപ്പമില്ല, വിഷമിക്കണ്ട. നീ ഇപ്പൊ പോണ്ടോ? ഞാനിപ്പോ പോകുന്നില്ല. എന്തെങ്കിലും അത്യാവശ്യം വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും രാവിലെ തന്നെ പോകും. അവൻ അതിരിപ്പുണ്ട്. എനിക്ക് അവനെ ഞാനും വിളിച്ചാൽ വേണമെങ്കിൽ വേണ്ട. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളാം. ഞാനില്ലേ, ടെൻഷൻ അടിക്കണ്ട, കിട്ടും അത്. കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അവനവന്റെ മതില് അവനവനെ സൂക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്താ? എടി, ഓ, അവൻ വിളിച്ചില്ലല്ലോ. അമ്മായി അയാളെ പരിശോധിക്കാൻ കൊണ്ടുപോയേക്കാന്നല്ലേ പറഞ്ഞത്. എന്തെങ്കിലും അറിഞ്ഞു കഴിയുമ്പത്തേനും വിളിക്കും. ഇനി അവന്റെ വയറ്റിലില്ലാതിരിക്കോ? പിന്നെ വയറ്റില്ലാതെ പിന്നെ എന്ത്? വായ വിഴുങ്ങിയത് അവിടെ ഉള്ള ഒരാൾ കണ്ടെന്ന് പറഞ്ഞില്ലേ? വിഴുങ്ങിയ സാധനം പിന്നെ തുപ്പിക്കളയാൻ പറ്റുമോ? അത് വിഴുങ്ങി പോയിട്ടുണ്ട്. അപ്പൊ വയറ്റിൽ തന്നെ ഉണ്ടാവും. അല്ല, ദഹിച്ചൊന്നും പോവില്ലല്ലോ. നീ കിട്ടിയാ മതിയായിരുന്നു. കിട്ടുന്നേ, അതിനല്ലേ പോലീസ് സ്റ്റേഷനും പോലീസുകാരൊക്കെ ഉള്ളത്. ചുമ്മാ ടെൻഷൻ അടിക്കാതെ കിട്ടും. ചുമ്മാതെ
എന്നാലും എന്റെ അമ്മായി ഇത്രയും വലിയ മാലയൊന്നും ഇട്ടുകൊണ്ട് പോകേണ്ട ഒരു ആവശ്യമില്ല അമ്മായിക്ക്. ഇല്ലടി മോളെ ചെറുതാ, വലുതൊന്നും പൊട്ടിക്കാൻ പറ്റൂലല്ലോ. ചെറുത്. എടുത്തെടുത്ത്. ഹലോ ഹലോ, ആ ക്ലീറ്റോ? ഇല്ല, ഒന്നും അറിഞ്ഞില്ല. ആ, അപ്പൊ നിങ്ങക്ക് വിളിക്കാൻ പാടില്ലേ? എടുത്തില്ലേ? ആ, വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ വിളിക്കണ്ട, അവനിങ്ങോട്ട് തിരിച്ചു വിളിച്ചോളൂ. ആ, ഒരു മിനിറ്റ് ക്ലീറ്റോ. ആ, ഏട്ടൻ വിളിച്ച്, മാല അയാളുടെ വയറ്റിൽ തന്നെ ഉണ്ട്. ക്ലീറ്റോ, മാല അയാളുടെ വയറ്റിൽ തന്നെ ഉണ്ടെന്ന് കിട്ടി. ഞാൻ വിളിക്കാം, അറിഞ്ഞിട്ട് വിളിക്കാം. ആ, എന്തായി? മാല മാത്രല്ല, വേറെ ആരുടെയോ 2 കമ്മലും കൂടെ ഉണ്ട്. എന്റെ ദൈവമേ, അപ്പൊ ഇവനിത് സ്ഥിരം പരിപാടി. അപ്പൊ അവന്റെ വയറ് മറ്റേ സ്വർണ്ണക്കടയായിരിക്കും. ഒരു കേടും കൂടെ അതും കിട്ടണേ ദൈവമേ. ഡോക്ടർ പറഞ്ഞൊന്നും ഓപ്പറേഷൻ ഒന്നും വേണ്ട, നല്ല തന്നെ എടുക്കാന്ന്. അയ്യോ, അപ്പൊ അത് പോലീസുകാർക്ക് പണിയാവും മോളെ. ചേച്ചി, നമ്മള് ഫഹദ് ഫാസിലിന്റെ ഒരു പടം കണ്ടില്ലേ? സത്യം. ഫഹദ് ഫാസിൽ തിയേറ്ററിൽ പോയത് കണ്ടത്. അതുപോലെ ഓ ദൈവമേ, ഒരു കേടും കൂടെ അതിങ്ങ് പോരണേ. എന്തായാലും വയറ്റിലുണ്ടെന്ന് അറിഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. ടെൻഷൻ വേണ്ട. അതല്ല, ഇനിയിപ്പൊ അത് കിട്ടിയാ തന്നെ എങ്ങനെ ഇടും? ആദ്യം അത് കിട്ടട്ടെ. ഓ, കേക്കാം. വണ്ടി എടുത്തത് വീട്ടില് ഡാഡി അറിഞ്ഞിട്ടില്ല. അറിഞ്ഞില്ലായിരുന്നു? ആ ശരി, അത് കുഴപ്പമില്ലടാ. അതിപ്പോൾ പുള്ളിയുടെ ലൈസൻസ് എന്തായാലും കട്ട് ചെയ്യും. പിന്നെ ഒരു 25,000 രൂപയുടെ പെറ്റിയുടെ ചെല്ലുമ്പോഴത്തേക്ക് പുള്ളി അറിയും. സാറിൻ്റെ പേരെന്താ? വിവേക്. എന്തോ? വിവേക്. ആ, ലൈസൻസ് ഇല്ല. ആ, വിനോദേ സാർ. വീട്ടിൽ അറിയിച്ചില്ലേ മാറ? അറിയും സാർ. അവർ വരട്ടെ, വന്നിട്ട് വണ്ടി എടുത്ത കാര്യമൊക്കെ അറിയട്ടെ. ഓ, ഒരു തീരുമാനമാക്കിയിട്ട് വിടാം. ശരി സാർ. അവിടെ കൊണ്ട് എടുത്തു തരാം. പാടേ. ഹലോ. അല്ല, നീ വിളിച്ചോടനെ ഫോൺ എടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ, വയറ്റിലുണ്ട്. എടാ, നീ ആവശ്യമുള്ള കാര്യങ്ങൾ ഇടപെടാ. ആ, അളിയനുണ്ട്. എടാ, ഞാൻ ഒരു സബ് ഇൻസ്പെക്ടറല്ലടാ, കുറച്ച് അഹങ്കാരമൊക്കെ ആവാം. ശരി. സാർ, അവൻ ആ മരുന്ന് കൊടുത്തിട്ട് ഒരു അനക്കവും ഒരു ഗതികേടെന്ന് ആലോചിച്ച് നോക്കണേ. ഓരോരുത്തന്മാർ ഓരോന്ന് വേലകൾ കാണിച്ചു പിടിച്ചിട്ട് ഈ സമയത്തോടെ സമയമായിട്ടും എഫക്റ്റ് ചെയ്യില്ലെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കൊടുക്കണം ഡോസ്. ഒന്നുകൂടെ കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടൊരു കേസായത്. ശരി സാർ. അമ്മാവാ, ഓ മരുന്ന് കൊടുത്തിരിക്കുക. ആ, ടെൻഷൻ അടിക്കണ്ട, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞല്ലോ. ശരി, ഞാൻ വിളിച്ചോളാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളാം. ഇല്ല, അമ്മ വരണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ശരി. സാർ, അനങ്ങി തുടങ്ങി. ആ, ശരി. വയറിന്റെ അകത്തെ ചെറിയൊരു അനക്കണ്ട്. ദൈവമേ, അനക്കൊന്ന് കൂട്ടി 2 പാത്രമാക്കി തരണേ ദൈവമേ. അല്ല, അമ്മായിയുടെ വെപ്രാളം പ്രാർത്ഥനയൊക്കെ കണ്ടു കഴിഞ്ഞാലേ എന്തോ ഡെലിവറി കേസാണെന്ന് തോന്നുന്നു. എനിക്ക് പക്ഷെ അമ്മായി പറഞ്ഞു കേട്ടിട്ട് ഇവളുടെ കാര്യം ഓർമ്മ വന്നത്. നീ നല്ലുവിനെ പ്രസവിക്കാൻ നിന്നപ്പോഴത്തേക്കും എന്തൊരു പാടായിരുന്നു. ഒരു ദിവസം മുഴുവൻ നിൽക്കണം, ഒരനക്കം ഉണ്ടായിരുന്നില്ല. ഞാൻ എന്തോരം അനുഭവിച്ചു. പിന്നെ ഞങ്ങളൊക്കെ എന്തോരം പ്രാർത്ഥിച്ചതിന് ശേഷം ഒന്ന് അനങ്ങി തുടങ്ങിയത്. ഇതിപ്പോ എല്ലാം കൂടി വെച്ച് നോക്കുമ്പോ ഒരു ശുഭലക്ഷണാട്ടോ കാണുന്നു. കിട്ടും, എന്തായാലും കിട്ടും. ക്ലീറ്റോ. ആ, ക്ലീറ്റോ. എന്താ? ഓ, എന്റെ ക്ലീറ്റോ, ഈ സമയത്ത് ഇങ്ങനെയൊക്കെയാണോ ക്ലീറ്റോ പറയേണ്ടത്? പിന്നെ അവനവിടെ വെറുതെ ഇരിക്കുവല്ലേ? എന്നാ പോയി വിളിക്ക്. ഒരു മനുഷ്യനൊരു വകതിരിവ് വേണ്ടേ പറയണതിനകത്ത്? വെച്ചിട്ട് പോ. അത് അനങ്ങി തുടങ്ങിയെന്ന് പറഞ്ഞപ്പോ വിളിച്ചിട്ടുണ്ടായല്ലോ ഞങ്ങൾ വിളിച്ചപ്പോ. എന്താണ് അത് അങ്ങനെ ഒരു മനുഷ്യൻ.
കനകനെ വിളിച്ചപ്പോ അവൻ എന്താ വലിയ അഹങ്കാര വർത്താനം പറഞ്ഞ് അളിയനാന്നുള്ള പരിഗണന കൊടുത്തില്ല എന്ന്. ഈ നേരത്താണ് ഇതൊക്കെ പറയേണ്ടത്. ടീച്ചറിനോട് പറയാം ഇപ്പൊ വിളിക്കണ്ടെന്ന് പറ. അപ്പൊ വേറെ ഏതോ പോലീസുകാരനെ അവിടെ പരിചയമുണ്ട്, അയാളെ വിളിച്ച് ചോദിച്ചോളാന്ന്. അല്ല അപ്പൊ കനകനെ വിളിക്കണ്ടല്ലേ? വേണ്ട വേണ്ട, ഏട്ടനെ ഇങ്ങോട്ട് വിളിച്ചോളൂ. അല്ല എന്തായാലും നമ്മുടെ മുതലാണല്ലോ, അത് കിട്ടാനുള്ളൊരു ഇതുണ്ടാവില്ല നമുക്ക്. സാരമില്ല, ഇച്ചിരി കഴിഞ്ഞിട്ട് വിളിച്ച് നോക്കാം നമുക്ക്. എന്തായി? ഓ എന്തായി? അനങ്ങി തുടങ്ങി. ഞാനേ വേഗം പോയിട്ട് ആ വേഗം വാ വേഗം വാ, എന്നിട്ട് വിശേഷം പറയാം. ഈ പോലീസുകാരൊക്കെ ഒരു അവസ്ഥ. മന്ത്രിക്ക് കാവലിക്കണം, കള്ളന് കാവലിക്കണം, നല്ലവന്റെ അപ്പിക്ക് വരെ കാവലിക്കണം. പിന്നെ ഇങ്ങനെയുള്ള പെരുങ്കള്ളന്മാരുണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ്? അമ്മായി വിഷമിക്കണ്ട, കിട്ടും. സാറേ എന്തോടാ വേഗം താ സാറേ. ആയാ എടുത്തോ. ആ സാറേ പെട്ടെന്നുണ്ടോ വല്ല ഇവിടെ നാറ്റു പോയി പെട്ടെന്ന് ഇവിടെ എത്ര നീ വെളുപ്പിക്കണോ? ബുദ്ധിമുട്ടും എങ്ങോട്ടാ സാറേ? എന്തോന്നടാ അത് ഇവിടെയൊക്കെ സഹായിക്കരുത്. സാറേ ഇതൊരു വല്ലാത്ത ഡ്യൂട്ടിയാ പോയിട്ടെ. ഇപ്പോലെ കഴിയണോ? അവൻ പല വേലത്തരം കാണിക്കും, നിങ്ങൾ അവിടെ നിന്ന് മാറല്ലേ? ഇല്ല സാറേ. ആ ഒന്ന് ബുദ്ധിമുട്ടാ. കനകസാറിന്റെ അളിയനാ ക്ലീറ്റോ. എന്തായെന്നറിയാൻ വിളിക്കുവോ? ഹലോ, ആ അകത്ത് കയറിയിരിക്കുവാ. ഡെലിവറി ഒന്നും നടന്നിട്ടില്ല, നടന്നു കഴിഞ്ഞാൽ അപ്പോഴേ വിളിച്ച് പറഞ്ഞേക്കാം. മനുഷ്യന്റെ ഒരവസ്ഥ. അനക്കൊന്നുമില്ലല്ലോ. ആ നിന്റെ അഭ്യാസ പ്രകടനമൊന്നും ഇവിടെ വേണ്ട. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോഴേ വിളിച്ച് പറഞ്ഞേക്കണം കേട്ടാ. ഇതങ്ക അരമണിക്കൂറായില്ലോ, ഒന്നും കൂടി കനകനെ വിളിച്ചു നോക്കിയാലോ? കുറച്ചുകൂടി കഴിയട്ടെ. എന്നാ വിളിക്കാം. ഒരുത്ത ടോയ്ലറ്റിൽ പോകുന്ന നോക്കിയിരിക്കേണ്ട അവസ്ഥയാണല്ലോ. ദേ ക്ലീറ്റോ, പിന്നെ ക്ലീറ്റോ ഒന്നും ആയിട്ടില്ല. ക്ലീറ്റോ ആണോ? ഓ ശരി ശരി ശരി. ആ അവനകത്ത് കയറ്റി, ഏത് നിമിഷം പുറത്തു വരും. ഇത് മളിച്ചതായുള്ള തിലകന. ഈശ്വര ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു കിട്ടിയാ മതിയായിരുന്നു. അല്ല ഈ കമ്മലൂടെ വയറ്റുള്ള സ്ഥിതിക്ക് അതങ്ങനെ കയറി കുരുങ്ങോ? നാശം പിടിക്കാനായിട്ട്. അത് കുരുങ്ങിയാലും പോരൂല്ലേ? വലിയ ഞാത്തൊക്കെ ഉള്ളതാണ് പാടായിരിക്കും. ചേച്ചി വരുന്നത്. ആ വാ വാ വാ. എന്താ അനങ്ങി തുടങ്ങി, അകത്ത് കയറ്റി. ഏത് നിമിഷവും സംഭവിക്കും. ഇവിടെ ഇനി അറിഞ്ഞിട്ട് പോവാ. ആ ധൃതി പിടിച്ചു വരുമായിരുന്നല്ലേ? ഓടി വരെയായിരുന്നു ഞാന്. ആ ഹലോ, കോപ്പ് സ്വർണം വാങ്ങാൻ ലോൺ വേണമെന്ന് പരസ്യം. ഇവിടെ കാശ് കൊടുത്ത് മേടിച്ചാൽ സ്വർണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാ. എന്തായടാ? അതാ വന്നോണ്ടിരിക്കുവാ. എന്തേ ഞാൻ ഒരു എമർജൻസി ഡ്യൂട്ടിയില്ല, എപ്പോഴും വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഒരു നിധിക്ക് കാവലിരിക്കണം. നീ ഒന്ന് വെച്ചിട്ട് പോയാണ്. ആര്? എന്റെ പെണ്ണും പിള്ള. ഒന്നും ആയില്ല സാറേ. മണിയാ എന്തായി? മണിയാ. ഓ സാറേ. ആ എന്തായി? ഇവിടുത്തെ ഫ്ലഷിലൊന്നും വെള്ളം വരുന്നില്ലല്ലോ സാറേ. നീ എന്ത് വിചാരിച്ച് ഫ്ലഷ് ചെയ്ത് തൊണ്ടുപോലും കളയാന്നാ? മണിയാ, സാധനം കൈ കിട്ടാതെ ഇവിടുത്തെ ഒരു ഫ്ലഷും വർക്ക് ചെയ്യില്ല. നീ ഇറങ്ങ്.
എത്ര നേരായിട്ട് ആരും വിളിക്കണില്ല, വിവരമൊന്നും അറിയാനും പറ്റണില്ലല്ലോ. കനകനെ ഒന്നുകൂടി വിളിച്ചു നോക്കിയാലോ? ഇങ്ങോട്ട് വിളിക്കുമായിരിക്കും. പല ലേബർ റൂമിലും കാണാൻ നമുക്ക് അങ്ങോട്ട് വിളിച്ചു ചോദിക്കായിരുന്നു. ക്ലേറ്റോയെ ഒന്ന് വിളിച്ചാലോ? പോലീസുകാരനെ ഒന്ന് വിളിക്കാൻ പറയാം. വിളിക്കോ? വേണ്ട, എന്തെങ്കിലും അറിഞ്ഞ് ഇങ്ങോട്ട് വിളിക്കൂലേ. അതെ, എപ്പോഴും വിളിച്ച് എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? നമുക്ക് വല്ലതും കഴിക്കായിരുന്നു. ഹലോ, എന്താ കനക? അതെയാ, ശരി. എന്താ എന്താ സാധനം കിട്ടി. സന്തോഷായില്ലേ? Aliens.